ഈ വർഷവും വരുന്ന വർഷങ്ങളിലും നമുക്ക് ആരംഭിക്കാൻ പറ്റുന്ന ബിസിനസ് അത് വരുന്ന ഒരു 25 അല്ലെങ്കിൽ 30 വർഷ കാലയളവിലേക്ക് ചെയ്താൽ വളരെ സക്സസ്ഫുള്ളായി തീരാൻ സാധിക്കുന്ന ലെവലിലുള്ള ബിസിനസ് ആശയങ്ങളെയാണ് ഇനി വരുന്നുള്ള വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെടുത്തുക. അതിന് മുമ്പ് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർക്ക് ഫോളോ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. യൂട്യൂബിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അവൈലബിൾ ആണ്. പല ബിസിനസ്സുകളിലും ലൊക്കേഷണൽ ബിസിനസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ചില ലൊക്കേഷനിൽ വന്നതുകൊണ്ട് മാത്രം വിജയിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ടീ കൗണ്ടറുകൾ വരുന്നത് നോക്കിയാൽ ഒരു ലൊക്കേഷണൽ ബിസിനസ് ആയിരിക്കും. ഇതുപോലെ തന്നെ ലൊക്കേഷണലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് ആശയമെന്ന് പറയുന്നത്, നമ്മളുടെ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിൻ്റെ മുമ്പിലാണ് നമ്മളുടെ കാർ വാഷിംഗ് കെയർ നമ്മൾ തുടങ്ങുന്നത് എങ്കിൽ അത് കുറച്ചും കൂടെ നമുക്കത് സക്സസ്ഫുള്ളാക്കി മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ 1, 2, 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മളുടെ കാർ വാഷ് ചെയ്ത് പലപ്പോഴും ഷോപ്പിംഗ് മാളിൻ്റെ പിന്നെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തന്നെ വാഷിംഗ് യൂണിറ്റുകൾ അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലൊക്കേഷണൽ സാധ്യത നമുക്ക് അങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ കാർ വാഷിംഗ് കെയറിനോട് ചേർന്നിട്ട് പലപ്പോഴും സലൂണുകൾ ആരംഭിക്കുന്നത് കണ്ടിട്ടുണ്ട്. സലൂണുകൾ ആരംഭിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ലൊക്കേഷണൽ ബിസിനസ്സിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. കാര്യം അവിടെ ഒരു കുറച്ച് സമയം എന്തായാലും എടുക്കും, ഒരു 1 hour അടുത്ത് അല്ലെങ്കിൽ ഒരു ½ hour to 45 minutes എടുക്കും. ആ ടൈമിനുള്ളിൽ നമുക്ക് സലൂണിൽ പോകാനും, കാര്യം ഈ കാർ വാഷിങ് അല്ലെങ്കിൽ സലൂണിൽ നമ്മൾ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എങ്കിൽ പോലും നമ്മൾക്ക് അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അധികം താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പാരലി ഒരു ആക്ടിവിറ്റിയും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ടൈം സേവ് ചെയ്യാനും അവർക്കൊരു ലാഭമുണ്ടായതുപോലെ അല്ലെങ്കിൽ ടൈമിൽ ഒരു സേവ് ചെയ്യാൻ പറ്റിയൊരു ഫീല് ചിലപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അതുപോലെ ലൊക്കേഷണൽ ബിസിനസ്സുകളിൽ നോക്കുന്ന ചൈൽഡ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ടോയ് ഷോപ്പുകൾ തുടങ്ങാമെന്ന് പറയുന്നത്. കാര്യം ചൈൽഡ് ഹോസ്പിറ്റലിലേക്ക് കുട്ടികൾ വരുന്ന സമയത്ത് അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ഇത്തരത്തിൽ ടോയ്സിൻ്റെ വലിയൊരു ശേഖരമുള്ളൊരു സ്പേസ് കണ്ടാൽ പെട്ടെന്ന് അവരുടെ ഒരു ഇമോഷണലി വീക്കായിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ അവരതിനു വേണ്ടി ചിലപ്പം പിന്നെ റിക്വസ്റ്റ് ചെയ്തേക്കാം. ആ ഒരു ടൈമിൽ പേരൻസ് അത് വാങ്ങിക്കൊടുക്കാൻ വളരെ താല്പര്യം സ്വാഭാവികമായിട്ട് അവർക്ക് ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ അത് ഈ ചൈൽഡ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ടോയ് ഷോപ്പ് തുടങ്ങുമ്പോൾ അവിടെ ബിസിനസ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് പല ബിസിനസ്സുകളെ ക്ലബ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധ്യത വരും കാലഘട്ടത്തിൽ. അത് തുറന്ന കണ്ണുകളോടുകൂടെ മികച്ച ആശയങ്ങളോടുകൂടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തി പ്രയറായിട്ട് അതിന് ലോങ് ടൈം ലാസ്റ്റിംഗ് ഉണ്ട് എന്നും അതിൻ്റെ ലൊക്കേഷനിൽ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഒരു വ്യക്തമായ ബിസിനസ് പ്ലാനിൽ പ്രൊഫഷണലി ആരംഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ബിസിനസ്സുകളുടെ സാധ്യത വരും കാലഘട്ടത്തിൽ വളരെയേറെ മുമ്പിലാണ്.